മദ്യം കഴിച്ച് ഡാൻസ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? കല്യാണ വീട് മൊത്തം നാശിച്ചു. എന്താണോ ഇതൊക്കെ? അവർക്ക് എന്താ ബുദ്ധിയില്ല? അവരുടെ തെറ്റല്ല സാർ. അത് പറയാ നീ ജ്യൂസിൽ മദ്യം കലർത്തിയത് നിങ്ങളുടെ സണ്ണില്ല. വേണമെങ്കിൽ ഈ വീഡിയോ കാണൂ സാർ. എടാ, ആ പൊട്ടൻ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാനാ, ജ്യൂസ് എന്ന് പറഞ്ഞ് ചാകുമായിരുന്നു. എടാ, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പത്മനാഭ സിംഗെ പൊക്കിയാലേ നമ്മുടെ കാര്യങ്ങൾ സോൾവ് ആകത്തുള്ളൂ. എന്തൊരു ധൈര്യമാടാ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നോടാ? ഒന്ന് പതുക്കെ പറയുന്നേ. പ്രൊഫഷണൽ ആയിട്ട് എന്നോടുള്ള ജലസി ഉണ്ടല്ലേ നീ ഈ നീതികൃത്യം ചെയ്യാൻ തയ്യാറായത്? പിച്ചും പേയും പറഞ്ഞ കൊന്നുകളയും. നിന്റെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. ജ്യൂസിനകത്ത് മദ്യം കലർത്തി കൊടുത്തിട്ട് എന്റെ അളിയനോട് നീ ആർഗ്യൂ ചെയ്യുന്നോ? നാടുവില്ലാത്തവനെ, നീ മനുഷ്യനെ മൃഗമോ? അല്ല സാർ, ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കണോ? ഇതിനൊരു തമാശയായിട്ട് കണ്ടങ്ങ് വിട്ടു കളഞ്ഞ പോരെ. ഇവൻ തമാശ കാണിച്ചത് ആരോടെന്നറിയോ? എന്റെ അനിയത്തിയുടെ ഭർത്താവ്, ഈ വീടിന്റെ മരുമകൻ. എന്റെ അളിയനോ എന്നോട് ഇത്രയ്ക്ക് ബഹുമാനോ? ഈ സ്വപ്നം സത്യമായിരുന്നു. മര്യാദയ്ക്ക് ഇവനോട് ചെയ്ത തെറ്റിന് ഈ കാല് പിടിച്ച് മാപ്പ്. അല്ല, ഇതെന്താ നോക്കി നിൽക്കുന്ന? കല്യാണം ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് കാല് പിടിച്ച് മാപ്പ്. എന്തിനാ കാലേ വീഴുന്നേ? ഇത്രയൊക്കെ പറഞ്ഞതിന് ആ കമ്മീഷണറാണ് ഇവന്റെ കാലേ വീഴേണ്ടത്. മനസ്സിലായോ? ഫാമിലി മാനേജ് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. എന്താണോ നിന്റെ മര്യാദ? തെറ്റ് ചെയ്തും അവര് ബുദ്ധി പറഞ്ഞു കൊടുക്കണോ? അല്ലാതെ ന്യായീകരിക്കല്ലോ വേണ്ടത്. വെറുതെ പോത്തിനെ പോലെ വളർന്നിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് വല്ലതും വേണോ? സാർ, ഹോൾഡ് യുവർ ടങ്. ഈ എന്റെ നേരെ വിരൽ ചൂടാൻ മാത്രം വളർന്നോടാ. വേണ്ടി വന്നാൽ നിന്നെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കറിയാം. നിങ്ങൾ പിടിച്ച് പുറത്താക്കാനേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടുവേലക്കാരൊന്നുമല്ല. അല്ല, എന്തിനാ ഇനി ആർഗ്യുമെന്റ്? കല്യാണം ഒന്ന് ക്യാൻസൽ ചെയ്താൽ എല്ലാം തീർന്നില്ലേ? ഇതൊക്കെ പുറത്തിറങ്ങി നിങ്ങളുടെ ഇമേജ് പോവില്ലേ? ഇനി ആലോചിക്കാനില്ല, ഈ കല്യാണം ക്യാൻസൽ. നിങ്ങൾ ആരാത് പറയാൻ? ഞാനാ പറയുന്നേ, ഈ കല്യാണം ക്യാൻസൽ. പോടാ, ഇറങ്ങി വാടാ, പോകാവിടാ. നാറി ഒരു സമ്മതം. ക്ഷമിച്ചേരെ സാറേ. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ജീവൻ കൊടുത്തവനാ കേശവൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരേണ്ടത് എൻ്റെ കടമയാണ്. താങ്ക് യു അങ്കിൾ. നീ നിന്റെ അച്ഛന് താങ്ക്സ് പറയണം. നിങ്ങൾക്ക് എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. രാംചന്ദർ, 12 രാജ്യങ്ങളിലെ പോലീസിനോട് കളിക്കുന്നവനാണ് ഞാൻ. എന്നോട് വേണ്ട. ആദ്യ RDX ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇതിന്റെ പിന്നിൽ ഭാഷയാണെന്നും എനിക്കറിയാം. ഭാഷ എവിടെ ഉണ്ടെന്ന് നീ പറ, ഇല്ലെങ്കിൽ നീ പീസാകും. ഏയ് സാധു, ഈ ജാതി കള്ള പോലീസുകാർ കാശിന് വേണ്ടി ഡ്യൂട്ടി ബലിഴിക്കും. എന്നെ പോലുള്ള പോലീസുകാരെ ഡ്യൂട്ടിക്ക് വേണ്ടി പ്രാണം ബലിഴിക്കടാ. എന്താ നിന്റെ സിനിമയ്ക്ക് ഞാൻ ക്ലാപ്പടിക്കണോ? യെസ്, ടിവിയിൽ നിങ്ങളുടെ ഹീറോയിസം കണ്ടപ്പോൾ ഒരു ചാൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ ഇൻസ്പിറേഷൻ എന്താ? ക്രേസി റോബർട്ട്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പലതും ഫേസ് ചെയ്യേണ്ടി വരും. അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകളെ ഒന്ന്. അയാളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ? ശത്രുത. അയാളെന്നോട് കാശ് ചോദിച്ചു, ഞാൻ ഒന്ന് പറഞ്ഞു. അയാൾ ഹർട്ടായി, ഞാൻ ബുക്കഡായി. ഒരു തവണ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിച്ചു. ഈ ഇഡ്ഡലി ഫേസ് കണ്ടിട്ടാണോ? ഫേസ് കണ്ടിട്ടല്ല, സിനിമ കണ്ടിട്ടാ. ഞാൻ അയാളെ കണ്ട എന്റെ പടത്തിലെ വില്ലനെ സൃഷ്ടിച്ചത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല, ബാക്കി പറ. അയാൾ എന്നെ റൗഡികളെ വിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ നോക്കി. പിന്നെ അതല്ലാതെ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ഞാൻ കൊടുക്കുന്നത് പബ്ലിസിറ്റി അല്ലേ? എന്റെ ബോസ്, ഞാൻ പറയുന്നത് കേക്ക്. അയാളെ നിങ്ങൾ വില്ലനാക്കിയതുകൊണ്ടല്ലേ? അതാണ് നമ്മുടെ ആളുകൾക്കുള്ള പ്രോബ്ലം. ക്യാരക്ടർ വില്ലനോ നായകനോ ആയിക്കോട്ടെ, കിട്ടുന്നത് പബ്ലിസിറ്റി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ചാൻസാ. കുറെ നായകന്മാരോട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാം. ഏതായാലും വിടണ്ട. അതിരിക്കട്ടെ, ആരാ ഹീറോയിൻ? സണ്ണി ഡിയോൾ. അപ്പൊ ബോൺ സ്റ്റാർ? മൈ ഹീറോ ബോൺ സ്റ്റാർ. ഞാൻ റൈസിംഗ് സ്റ്റാർ. രണ്ടുപേരും കലർന്നാൽ മൾട്ടി സ്റ്റാർ. ലൊക്കേഷൻ എവിടെ? സ്വിറ്റ്സർലൻഡ് ആണോ? സ്വിറ്റ്സർലൻഡ് ആണേ കൊള്ളായിരുന്നു, നല്ല ക്ലൈമറ്റാ. അതെ, എവിടെ ഒന്നുമില്ല, എവിടെ വെച്ചോണെങ്കിലും. ഏതായാലും അവരുടെ അടുത്ത് തന്നെ എനിക്കൊരു മുറി പറഞ്ഞേ. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആദി, അവന്റെ തന്ത, ക്രേസി റോബർട്ട്, എല്ലാരും ഉണ്ടല്ലോ. ഇവരെന്താ ഇവിടെ? ഓ, കഥയുടെ ക്ലൈമാക്സ് ആയിരിക്കും ഇത്. എല്ലാരെയും പങ്കെടുപ്പിച്ചോണ്ടുള്ള ഒരു നാരായണരാജേ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ നില വന്നത്. വേഗം അവരോട് പറഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്യേ, അല്ലെങ്കിൽ തന്റെ സിനിമ റിലീസ് ആവൂല. എന്തിനാണ് നീ അവരൊക്കെ പേടിക്കുന്നത്? ഞാനിവരെ ഫ്രീ ചെയ്യാൻ വന്നിരിക്കല്ലേ. എടാ ആദി, ഈ ചെറ്റ ഗുണ്ടകളുടെ കൂടെ നിനക്ക് നാണമില്ലടാ? നാവടക്കടോ. ബാദ്ഷ എവിടെ? കൺമുമ്പ് നിൽക്കുന്നവൻ എവിടെയും ചോദിക്കുന്നോടാ. ഞാനാണ് ബാദ്ഷ. ബാദ്ഷ ഡിസൈഡ് ചെയ്താൽ വാർ ഓൺ സൈഡ് ആവും. Die! Don't play with the fire. If you fire with the fire, I will be the fire. I am fire. I am the fire. നാരായണരാജേ, ഞങ്ങൾ ഇത് രക്ഷപ്പെടുത്ത്. താടിക്ക് തീ പിടിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്നത്? നല്ലയുടെ സൂര്യ. എന്നെ അടിക്കുന്നോടാ? എന്റെ ലോകത്തൊന്നും എന്നെ അടിക്കാൻ ധൈര്യം ഉണ്ടോടാ?
നിന്റെ ലോഗോ. Yes, this is my world. ഇത് എന്റെ ആളിന്റെ സൃഷ്ടിയാ. ഭ്രാന്ത് പറയാതടോ. തനിക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ ലോകം? ആർക്കാണ് ഭ്രാന്ത്? ഫോർ യുവർ ഇൻഫർമേഷൻ, നിങ്ങളൊക്കെ എന്റെ ആളിന്റെ സൃഷ്ടിയാണ്. എന്റെ ആള് തീരുമാനം എടുത്തിരിക്കുക എന്നെ വിജയിപ്പിക്കാൻ, എനിക്ക് ആരാധകരെ ഉണ്ടാക്കി തരാൻ, എന്നെ ഉറങ്ങാൻ വിടാൻ. അതെ, എവിടെയാ ഉറങ്ങാൻ പോകുന്നേ? നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത്. പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകും. ഇംപോസിബിൾ. അത് മാത്രം പറയില്ല. അത് പറയില്ലടാ, പറയില്ലടാ. പറഞ്ഞാ ചത്തു പോകൂടാ. പറഞ്ഞില്ലെങ്കിലാണ് നീ ചാവാൻ പോകുന്നത്. പറയടാ. സ്വപ്നത്തിൽ ഇങ്ങനെ ഹാർട്ടാവുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നമ്മളാണെന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്? യൂസ്ലെസ് മനുഷ്യൻ. എനിക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു വരണം. അതിന് വേറൊന്നും വേണ്ട. കണ്ണടച്ചാ മതി. എന്താണോ ആലോചിക്കുന്നത്? സാർ, എനിക്കൊരു 5 നിമിഷം ടൈം തരൂ. എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം, പ്ലീസ്. ഓക്കെ. അയ്യോ. ലേ 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 ലാ 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 ലേ 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 എൻ രാജ നിദ്ര ലോകമല്ലയോ ലേ 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 ലേ. എന്തൊരു ഉറക്കമാണോ ഇത്? ഞങ്ങളെ നോക്കി നിർത്തി നീ ഇവിടെ കിടന്ന് ഉറങ്ങുക? അവന്റെ മണ്ട നോക്കി കൊടുക്ക്. ഞാനെന്താ ഇപ്പോഴും സ്വപ്നത്തിലാണോ? അതിനർത്ഥം ചൈന മിഷൻ കേടായെന്നാണോ? പിച്ചുമ്പയും പറയാതെ എഴുന്നേക്കണോ? എന്നെ വിശ്വസിക്കരുത്. രാമൻ ഉടനെ വിവരം അറിയിക്കണം. ആരാടാ രാംരാജ്? പറയടാ, പറയാൻ. പറയാനൊന്നും മനസ്സില്ല. വേണേ കാണിച്ചു തരാം. ഇതാ രാമൻ. ഇവനാ വെഡിങ് പ്ലാനർ അല്ലേ? Shut up. ഇവനാണ് ബാദ്ഷാ. ഇവനാ ബാദ്ഷാ? ഇവൻ ബാധിച്ചാണെങ്കിൽ വെഡിങ് പ്ലാനറായിട്ട് വേഷം കിട്ടിയ എന്തിനാ? സാധു, നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല ഈ കേസിൽ ബാദ്ഷായുടെ സ്കെച്ച്. ജാനകി വഴി ആദിയെ ട്രാപ്പിലാക്കാൻ പത്മനാഭസിംഹയെ ഡ്രീം മിഷന്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അവൻ. വേട്ടക്കാരൻ ടൈഗറിന് നേരെ ഇറച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ ബാദ്ഷ ഇയാളെ നിങ്ങൾക്ക് ഇരയായിട്ട് ഇട്ടു തരികയായിരുന്നു. അതായത് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ ഡ്രീം മെഷീൻ. നീ ഇപ്പൊ സ്വപ്ന ലോകത്താ. പിന്നെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഉറങ്ങുന്ന പത്മനാഭസിംഹയാണ്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ബാദ്ഷാ ആയിരിക്കും. അപ്പൊ ഇത് ഡ്രീം അല്ലേ? ഇത് ഡ്രീം അല്ലടാ. ആ വീട്ടിൽ അത്രയും പേരുണ്ടായിട്ട് എന്നെ എന്തിനാ ഇതിന് സെലക്ട് ചെയ്തത്? നിന്നെ ടിഷ്യൂ പേപ്പർ പോലും ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാൻ. ആദി, ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് സേഫ് അല്ല. വിൽസണോട് ഹാക്കിംപേട്ട് എയർബേസിലേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാൻ പറ. NT രാംരാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. നീ ഇന്ത്യയിലേക്ക് RDX റിക്കവർ ചെയ്യാൻ ഞാൻ റിക്രൂട്ട് ചെയ്ത പോലീസ് ഓഫീസർ രാം. ഒറ്റ ക്യാരക്ടറിൽ ഇത്രയധികം വേരിയേഷനോ? സാധു, യൂണിഫോം ഇല്ലാതെ നിന്റെ മൊത്തം ഗ്യാങ്ങിനെ ഇവൻ മുട്ടുകുത്തിച്ചു. ഇപ്പൊ യൂണിഫോം ഇട്ടു വന്നിരിക്കുകയാണ്. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കടാ. ബാദ്ഷാ, 20 വർഷങ്ങളായി ഒരു പോലീസിനും എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് നീ എന്നെ കൊണ്ടുവന്നു. ഗ്രേറ്റ്. നിനക്ക് എന്ത് വേണോന്ന് പറ. അത് എപ്പോ വേണോന്ന് പറ.
ഞാൻ തരാൻ തയ്യാറാ. സാധു, നിന്നെ പോലെ അഡ്രസ് ഇല്ലാത്തവന്മാരുടെ വാക്ക് കേട്ട് ഡ്രസ് ചെയ്ത ലോഫർമാർ നിന്റെ ഓഫറിൽ വീണേക്കാം. പക്ഷെ ഈ ഡ്രസ്സിന് ഒരു അഡ്രസ് ഉണ്ട്. NT രാമരാജ്. ആ പേരിനൊരു ഹിസ്റ്ററി ഉണ്ട്. NTRനെ പോലെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. നോ ഡൗട്ട് യുവർ ടൈം ഇസ് ഓവർ. ബാദ്ഷാ, അതിനു മുമ്പ് നിന്റെ IG-യുടെ തല പൊട്ടിച്ചു തരും. Everything is under control. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത ബോംബ് ബ്ലാസ്റ്റിൽ എത്ര സാധുക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ എൻ്റെ പ്രാണനെ പോലെ കരുതിയ സിദ്ധുവും ഉണ്ടായിരുന്നു. അന്നേ ഞാൻ വിധി എഴുതിയതാ, എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നെ അവസാനിപ്പിക്കുമെന്ന്. ഗെയിം ഓവർ. ഭാഷ, എല്ലാവരും പോയി, നീ പിടിക്കപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. യു നോ വൈ? സ്റ്റാർസ് എല്ലാം എന്റെ കൂടെയാ. ഐ ആം ലക്കി. Shall I try my luck? Oh shit! ഭാഷ ഭാഷ ഭാഷ. So, Operation Bacha is completed. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താൻ ഒരു പോലീസ് ഓഫീസർ തന്നെ മരുമകനായി. എല്ലാം എന്റെ പൂർവികരുടെ അനുഗ്രഹം. ഡാഡ്, ഈ ആനന്ദം കണ്ടിട്ട് ബാറ്റ്സ്മാൻ സിക്സർ അടിക്കുമ്പോ അയാളുടെ കോച്ചിനുണ്ടാകുന്ന സംതൃപ്തി പോലുണ്ട്. എക്സാമ്പിൾ പഴയതാണെങ്കിലും എക്സ്പ്രഷൻ പുതിയതാ. എന്താ ഒരു സ്വപ്നത്തിന് കൂടി സ്കോപ്പ് ഉണ്ടോ? വീണ്ടും സ്വപ്നോ?